പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധ മക്കയും കഅബയും ഒക്കെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരും തന്നെ ഉണ്ടാവുകയില്ല. അതിൻ്റെ ചരിത്രം ചെറിയ രൂപത്തിൽ നാം അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ചരിത്രം വിശാലമായതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, അതെവിടെ നിന്ന് തുടങ്ങണം എന്ന ആശങ്കയിലാണ്. ഏതായാലും ചെറിയ രൂപത്തിൽ നാം ഈ വീഡിയോയിലൂടെ പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ തുഹിറ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്അഇസ് സുജൂദ്. നാം ആ കഅബാലയത്തെ ജനങ്ങൾക്കുള്ള പ്രതിഗമന സ്ഥാനവും നിർഭയ സങ്കേതവുമായി നിശ്ചയിച്ച സന്ദർഭത്തെ നബിയെ തങ്ങൾ ഓർക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥാനത്തെ നിങ്ങൾ നിസ്കാര സ്ഥലമാക്കുക. തവാഫ് ചെയ്യുന്ന, ഇഅ്തികാഫിരിക്കുന്ന, നിസ്കരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ആ ഭവനത്തെ ശുദ്ധീകരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും കൽപ്പിച്ച് ഉത്തരവാദിത്വപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആഇൻ്റെ ഫലമായി പരിശുദ്ധ കഅബ ഷരീഫിന് നൽകിയ മഹത്വങ്ങളെ അള്ളാഹു വിവരിക്കുകയാണ്. ആയത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ മസാബത്ത് എന്ന് പറഞ്ഞാൽ പ്രതിഗമന സ്ഥാനം, അതായത് കൂടെ ജനങ്ങൾ മടങ്ങിച്ചെല്ലുന്ന, പോയി കഅബാലയത്തിങ്കിൽ പോയി പിന്നെയും കഅബാലയത്തിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഭവനം, അതാണ് മസാബത്ത് എന്ന് പറയുന്നത്. ആ രൂപത്തിൽ അള്ളാഹു കഅബയെ മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആഇന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള മഹത്വങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുള്ളത്. അതായത് സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതായിട്ട്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാത്ത ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ്സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഭാര്യയായ ഹാജർ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കഅബ ഷരീഫിൻ്റെ തൊട്ടടുത്ത്, അതായത് അന്ന് അവിടെ വിജനമായ സ്ഥലമായിരുന്നു, ഒരു മനുഷ്യരും താമസമില്ലാത്ത ഒരു മലഞ്ചെരുവ്, അവിടെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയായ ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും താമസിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഭാര്യയായ ഹാജർ ബീവിയെയും മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ആ ഭാഗത്ത് ഇറക്കിക്കൊണ്ട്, കഅബ ഷരീഫിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും അവിടെ താമസമില്ല, വിജനമായ സ്ഥലം, ഒരു മലഞ്ചെരുവായിരുന്നു, അവിടെ താമസിപ്പിക്കുകയാണ്. എന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബന, ഓ ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്തിൻ്റെ അർത്ഥമാണിത്, ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്താനങ്ങളിൽ ചിലരെ കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ നിൻ്റെ ബഹുമതിയുള്ള മഹത്വമായ കഅബ ഷരീഫിൻ്റെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുകയാണ്. രക്ഷിതാവേ, അവർ നിസ്കാരം മുറ പോലെ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് ചിലരുടെ ഹൃദയങ്ങളെ ഇവരുടെ നേരെ സ്നേഹം കാണിക്കുന്നതാക്കുകയും നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി ഇവർക്ക് പഴങ്ങൾ ആഹാരമായി നീ നൽകുകയും ചെയ്യണമേ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജർ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇവിടെ താമസിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കഅബ ഷരീഫ് ഉണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തീർച്ചയായും മനുഷ്യർക്ക് ഒന്നാമതായി സ്ഥാപിതമായ ഭവനം മക്കയിലുള്ള കഅബ ഷരീഫ് തന്നെയാണ്. അത് ബറക്കത്താണ്, അത് ജനങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്നതുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഅബ ഷരീഫ് ആദ്യമേ ഉണ്ട് എന്നർത്ഥം. മാത്രവുമല്ല, കഅബ ഷരീഫ് ആദ്യമായി നിർമ്മിക്കുന്നത് മലക്കുകളാണ്. വാനലോകത്ത്, ആകാശലോകത്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മലക്കുകൾക്ക് പ്രത്യേകമായി അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്ത ഒരു ഭവനമാണ് ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത്. ആ ബൈത്തുൽ മഅ്മൂറിൻ്റെ അതേ രൂപത്തിലാണ്, അതിൻ്റെ മാതൃകയിലാണ് പരിശുദ്ധ കഅബ ഷരീഫിന് അള്ളാഹു ഭൂമിയിൽ ഉണ്ടാക്കാൻ വേണ്ടി മലക്കുകളോട് പറയുന്നത്. അങ്ങനെയാണ് അള്ളാഹു
മലക്കുകൾക്ക് കഅബ ഷരീഫ് ഉണ്ടാക്കാൻ വേണ്ടി മക്ക നിർണയിച്ചു കൊടുക്കുന്നത്. ഏതായാലും മക്ക അന്ന് തന്നെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു ആലു ഇമ്രാനിൽ അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട്, ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. ആ ബൈത്തിൽ വീട്ടിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, അതുപോലെ തന്നെ മഖാമു ഇബ്രാഹിമും ഉണ്ട് എന്ന്. വമൻ ദഖലഹു കാന ആമിന. ആ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ കഅബ ഷരീഫിൻ്റെ ഹറമിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയത്വമുള്ളവനായി എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീടിനെ, ആ ഹറമിനെ നിർഭയത്വമുള്ളതാക്കി, ഒരു രക്തച്ചൊരിച്ചിലും നടത്താത്ത, ഒരു അക്രമവുമില്ലാത്ത, ഒരു അനീതിയുമില്ലാത്ത സംരക്ഷണത്തിൻ്റെ വീടാക്കി അള്ളാഹു അതിനെ മാറ്റുകയാണ്. പണ്ടുകാലങ്ങളിലൊക്കെയുള്ള അറബികൾ സമരപ്രിയരും അതുപോലെ തന്നെ പ്രതികാരദാഹികളായിരുന്നിട്ട് പോലും അവർ ഹറമിൽ വെച്ച് ഒരു അതിക്രമവും ചെയ്യാത്ത രൂപത്തിൽ ഹറമിനെ നല്ല രൂപത്തിൽ ബഹുമാനിച്ച് കൊണ്ടു നടന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം പിതാവിനെ കൊല ചെയ്ത കൊലയാളിയെപ്പോലും ഹറമിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവർ വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഹറമിനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. ഇതൊക്കെ ബഹുമാനിക്കുന്നത്, ഇതിൻ്റെയൊക്കെ കാരണം അവരുടെ മുൻഗാമിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ സ്നേഹം, ആ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ്. പരിശുദ്ധ കഅബാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സ്തൂപം നമുക്ക് കാണാം. ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞില്ലേ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥാനത്ത് നിങ്ങൾ നിസ്കരിക്കുന്ന സ്ഥാനമാക്കുക എന്ന്. അപ്പോൾ ആ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബ ഷരീഫ് പുനർനിർമ്മിക്കുന്ന സമയത്ത് ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് പുനർനിർമ്മാണം നടത്തുന്നത്. കഅബ ഷരീഫിൻ്റെ മുകളിലേക്ക് കല്ലെടുത്ത് വെക്കുന്നതൊക്കെ ഈ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കയറി നിന്ന കല്ലിൽ അവിടുത്തെ കാൽപാദത്തിൻ്റെ അടയാളം പതിയുകയാണ്. അങ്ങനെയാണ് പിൽക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലശേഷം അതൊക്കെ അവിടെ സൂക്ഷിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തൊക്കെ ആ കല്ല്, ഇബ്രാഹിം മഖാമിൻ്റെ ഉള്ളിലുള്ള കല്ല്, കഅബ ഷരീഫിൻ്റെ വാതിലിൻ്റെ വടക്ക് ഭാഗത്തായി ഹിജ്ർ ഇസ്മായിലിൻ്റെ അടുത്തായി കഅബയോട് ചാരിയ സ്ഥിതിയിലായിരുന്നു ആ കല്ലുണ്ടായിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് അത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്നത്. തവാഫിന് ശേഷം മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നതാണ്. നേരത്തെ നമ്മൾ ഓതിയ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അൻ ത്വഹിറ ബൈത്തിയ ലിത്വാഇഫീന വൽ ആകിഫീന വൽ റുക്കഇ സുജൂദ്. ഇത്തികാഫിരിക്കുന്നവർക്ക്, തവാഫ് ചെയ്യുന്നവർക്ക്, നിസ്കരിക്കുന്നവർക്ക് നിങ്ങൾ കഅബയെ ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അതുപോലെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും കൽപ്പിക്കുന്നുണ്ട്. ഇവിടെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മാലിന്യ വസ്തുക്കൾ, അതുപോലെ തന്നെ വിഗ്രഹാരാധകർ, വിഗ്രഹങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ അതിനെ ശുദ്ധിയാക്കണമെന്ന് അള്ളാഹു ഈ 2 പ്രവാചകന്മാരോട് പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും മകനോടും പറയുകയാണ്. ഈ അടുത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് തന്നെ വളരെ സങ്കടകരമായ വാർത്ത കേൾക്കാനിടയായി. അതായത് കഅബ ഷരീഫ്, അവിടെ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നു, അത് മുസ്ലിമീങ്ങൾ മക്കം ഫതഹിൻ്റെ പേരിൽ അത് തട്ടിയെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. തീർച്ചയായും അത് വാസ്തവ വിരുദ്ധമാണ്. കാരണം മക്കയിലെ കഅബ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു നിർദ്ദേശം നൽകിയിട്ട് മലക്കുകൾ ആദ്യമായി പണിത ഒരു പുണ്യഗേഹമാണ് കഅബ എന്ന് പറയുന്നത്. അല്ലാതെ അത് മറ്റു മതസ്ഥർ അവരുടെ വിഗ്രഹങ്ങളെ കൊടുന്ന് ആരാധിക്കുകയും അത് പിന്നീട് മുസ്ലിമീങ്ങൾ തട്ടിയെടുത്തതുമല്ല. കാരണം മലക്കുകളാണ് ആദ്യം അത് ഉണ്ടാക്കുന്നത്. പിന്നീട് അതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷീസ് നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒക്കെ അത് പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. അതുപോലെ പ്രഗത്ഭരായ ഗോത്രങ്ങളായ ഖുറൈശി, ഖുസൈ, ജുർഹും, അമാരിക്ക് പോലത്തെ ഗോത്രങ്ങളും ഇത് പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിശാലമായ ചരിത്രമാണ്. മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കേൾക്കാം.